ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രധാന പാതയിലൂടെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഈ സമയങ്ങളിൽ പേരാമ്പ്ര മുതൽ കൊടകര പെരിങ്ങാംകുളം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട്. പേരാമ്പ്ര അപ്പോളോ പടി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത് പ്രധാന പാതകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡിൽ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനായി നിർത്തുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ബ്രേക്ക് ഡൌൺ ആകുകയോ ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. അവധിക്കാലമായതോടെ ദേശീയപാതയിൽ വാഹനങ്ങൾ കൂടിയതും ഇതിന് കാരണമാകുന്നുണ്ട്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ഒരു പകുതി കോൺക്രീറ്റിംഗ് 2 മാസം മുൻപേ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ. അടിപ്പാതയ്ക്ക് ഇരുഭാഗത്തുമുള്ള പ്രധാന പാതകളെ സർവീസ് റോഡിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനായി ആഴമുള്ള ചാലുകൾ കീറുന്ന പണികളും നടന്നുവരുന്നുണ്ട്. ഈ ചാലുകളുടെ അടിത്തട്ടിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ശേഷം അവയുടെ മുകളിൽ കോൺക്രീറ്റ് പാനലുകൾ അടുക്കി മണ്ണിട്ട് നിറച്ചാണ് പ്രധാന പാതകൾ സജ്ജമാക്കുക. ഇതിന്റെ പണികളും അതിവേഗം പുരോഗമിക്കുന്നു. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, കൊടകര.